ഹലോ, എല്ലാവർക്കും സുഖല്ലേ? അപ്പം ഇന്ന് ഇതാ രാവിലെ തന്നെ നീച്ചിട്ട് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. കാരണം ഇന്ന് പുട്ടാണ്. ഇന്നലത്തെ പുട്ടും പൊടി എന്തായാലും കുറച്ച് ബാക്കിയുണ്ട്. അപ്പം അതുകൊണ്ട് പുട്ടാക്കാന്ന് വിചാരിച്ചു. പിന്നെ ഇതാ സാധാരണ പോലെ തന്നെ മോളെ മദ്രസ് കുട്ടീൻ്റെ ശേഷം പാത്രം കഴുകാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. പിന്നെ ഇന്നെന്തോ ഒരു അലക്കാനുള്ള മൂഡില്ലായിരുന്നു. അപ്പം ഇന്ന് ഞാൻ അലക്കിയിട്ടില്ല കേട്ടോ. പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ തീർത്ത് ഇത് ഇന്നലത്തെ തുണികളാട്ടോ ഈ മടക്കി വെക്കണത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പണിയാണ് തുണികൾ മടക്കി വെക്കുക എന്നുള്ളത്. ഞാൻ അന്നാന്ന് മടക്കി വെക്കണതാട്ടോ. പക്ഷെ ഇന്നലെ എന്തോ ഒരു സാഹചര്യം കൊണ്ട് ഞാൻ മടക്കി വെച്ചിട്ടില്ല. എന്നും മടക്കി വെച്ചിട്ടില്ലെങ്കിൽ തുണികളൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു ഇസ്തിരി ഇടാതെ പിന്നെ ഇടാനേ പറ്റൂല കേട്ടോ. മറ്റേത് നമ്മൾ അലക്കി കഴിഞ്ഞിട്ട് തന്നെ അലക്കി ഉണങ്ങിയിട്ട് മടക്കി വെക്കുമ്പോൾ നല്ല വൃത്തിയുള്ള പോലെ തോന്നും. അല്ലാതെ ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ മടക്കി വെക്കുമ്പോൾ എന്തോ അലക്കാത്ത പോലൊക്കെ ഒരു ഫീലാട്ടോ. പറയുമ്പോൾ തെറ്റിപ്പോകുന്നുണ്ട്, ക്ഷമിക്കണം. പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം അതാ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. എനിക്കൊന്നൊരു ചക്ക കിട്ടിയിട്ടോ. ഞങ്ങളിവിടെ മുന്നിലൊരു ബിൽഡിംഗ് ഉണ്ട്, അവിടെ ഒരു ടൈലറിങ്ങിൻ്റെ ഒരു ചേച്ചി ഉണ്ട്. ആ ചേച്ചി കൊണ്ടുവന്ന ചക്കയാണ്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ചക്ക കൂട്ടാൻ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ചക്കക്കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചക്കനോട് മല്ലിയിടുകയാണ് കേട്ടോ ഞാൻ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഈ ചക്ക നന്നാക്കൽ ഇതൊന്നും എനിക്ക് വലിയ താല്പര്യമില്ലാത്ത പരിപാടിയാണ്. പക്ഷെ തിന്നണമല്ലോ, ഞം തിന്നണമല്ലോ. അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് നന്നാക്കി ഉണ്ടാക്കിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വെണ്ടക്ക കറി ഉണ്ടാക്കിയിരുന്നു. പിന്നെ മുട്ട ഉണ്ടായിരുന്നു. മുട്ട പൊരിച്ചതും കൂട്ടിയിട്ട് ഞാനും കുട്ടികളും ചോറ് കഴിച്ചിട്ടോ. അതിൻ്റെ ഇടയിൽ ആ ചേച്ചി വന്നപ്പോൾ ചേച്ചീൻ്റെ കറിയിൽ നിന്ന് എന്തായിരുന്നു കിഴങ്ങ് പൊരിയും ഒക്കെ കൂട്ടിയിട്ട് ചോറ് കഴിച്ചിട്ടോ. പിന്നെന്താ, ഇവിടെ ഞാൻ ഒരു മാക്സി തുണി എൻ്റെ അമ്മ തന്നതേനു. അതുകൊണ്ട് ഞാൻ കഫ്താനാക്കിയാണ്ട് ഞാൻ ആദ്യം അടിച്ചതേനു. പിന്നെ എനിക്ക് തോന്നി അത് വേണ്ട, സാധാ മാക്സി ആക്കിയാണ്ട് അടിക്കാൻ തോന്നി. അങ്ങനെ ഞാൻ ഇന്ന് കുളിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം അത് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് അടിക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. വലിയ പണികളൊന്നും എടുക്കാണ്ടായില്ല. കാരണം ഏകദേശം കൈ ഒന്ന് കട്ട് ചെയ്ത് അടിക്കേണ്ടിയിരുന്നു. കഴുത്ത് പിന്നെ ഞാൻ ആ കഫ്താനിക്ക് ആക്കിയ കഴുത്ത് തന്നെ അതിനും വെച്ച് കൊടുത്തിട്ടോ. അങ്ങനെ അതിൻ്റെ പണിയൊക്കെ ഫിനിഷ് ആയപ്പോഴത്തേന് എൻ്റെ മാപ്പിള പണി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് സേമിയ ബാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുളിച്ചിട്ട് ആ മാക്സി ആട്ടോ, അതായത് ഞാൻ അടിച്ച മാക്സി ആട്ടോ മാറ്റിയത്. പിന്നെ ഇക്ക വൈകുന്നേരം ആയപ്പോഴത്തേന് കടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെള്ളമൊക്കെ കലക്കി കുടിച്ചു കേട്ടോ. അത്രയേ